നമസ്കാരം, സുബിനാണ്. ഇന്നത്തെ കഥ ഒരു നെയ്ത്തുകാരനെ കുറിച്ചാണ്. ഒരു നാട്ടിൽ ഒരു കബീർ എന്ന് പറഞ്ഞ ഒരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര തത്വചിന്തകനായിരുന്നു. ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കവിയൊക്കെ ആയിരുന്നു. അദ്ദേഹം സ്വയം തുന്നിയുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ വിറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അദ്ദേഹം വൃദ്ധനായി. എങ്കിലും അദ്ദേഹം ചെയ്യുന്ന ജോലിയോട് അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത ചെലവ് നന്നേ കുറവായിരുന്നു. അത്യാവശ്യം സമ്പാദ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ശിഷ്യ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത്ര പ്രായമായിട്ടും അത്യാവശ്യം സമ്പാദ്യമുണ്ടായിട്ടും പിന്നെയും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അദ്ദേഹം അതിന് പറഞ്ഞു ഉത്തരം ഇപ്രകാരമായിരുന്നു: ഈ തൊഴിൽ എന്ന് പറയുന്നത് എനിക്ക് വെറും തൊഴിൽ മാത്രമല്ല, എനിക്ക് ദൈവത്തോടുള്ള ആരാധന കൂടിയാണ്. ഇവിടെ വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്ന ഓരോരുത്തരും എനിക്ക് ദൈവതുല്യരാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വസ്ത്രം വാങ്ങുന്നവരോട് ഞാൻ പറയുന്നത്, ഈ വസ്ത്രങ്ങൾ അലക്ഷ്യമായി ഉപയോഗിക്കരുത്, വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണമെന്ന്. ഈ കഥ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, പലപ്പോഴും നമ്മൾ ജോലി കിട്ടുന്നവരെ ആ ജോലിയോട് അടങ്ങാത്തൊരു പാഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള മനോഭാവം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അലസരാവും, ജോലി ചെയ്യാൻ മടി കാണിക്കും. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കിട്ടുന്ന സാലറിയിലുള്ള കുറവുകൊണ്ടായിരിക്കാം, നമ്മൾ അത്തരക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇൻസൾട്ട് കൊണ്ടായിരിക്കും, കൂടെയുള്ള സഹപ്രവർത്തകരുടെ അവഗണനയായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്നിട്ട് മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും, മറ്റുള്ളവർ ഏതൊക്കെ രീതിയിലെടുത്താലും, നമ്മളുടെ വേതനം എത്ര കുറഞ്ഞാലും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയോട് പരമാവധി ആത്മാർത്ഥത കാണിക്കുക. കാരണം അപ്രകാരം ഉണ്ടാകുമ്പോൾ വെച്ചാൽ നമ്മൾ എത്രയൊക്കെ വൈകിയാലും, ഒരുപാട് നാൾ നമ്മൾ പരീക്ഷിക്കപ്പെട്ടാലും, നമ്മളുടെ തൊഴിൽ നമ്മൾ കൂടുതൽ നൈപുണ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നാൾ നമ്മളെ തേടി അതേ സ്ഥാപനത്തിൽ തന്നെ കൂടുതൽ നല്ല ശമ്പളത്തിൽ, കൂടുതൽ വേതനത്തിൽ പ്രവർത്തിക്കാൻ കിട്ടും. അല്ലെങ്കിൽ അതിലും മികച്ച സ്ഥാപനങ്ങളിൽ നമുക്ക് മികച്ച ഓഫറുകളൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത പുലർത്താം. താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.